അസ്സലാമലൈക്കും. ഇത് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഒരു ചെറിയൊരു ഓർഡർ കിട്ടിയപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തതാണ്. ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു വീഡിയോ എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പം മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതൊരു ബിരിയാണിയാണ്, ദമ്മിടാൻ വേണ്ടിയിട്ടോ ഞാൻ ഫുള്ളത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഫ്രൈ, പിന്നെ മല്ലിച്ചപ്പ് പുതിനൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ദമ്മിടാനുള്ളതാണ് കേട്ടോ, ദമ്മിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം അതിന് നമുക്ക് സമയം ഉണ്ടാവില്ല. ഇത് ഞാനും പിന്നെ നെയ്യ് നന്നായിട്ട് ചൂടാക്കി ഒഴിക്കണം, എന്നാലും പെട്ടെന്ന് റൈസിക്ക് പിടിക്കുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചൂടാക്കാത്ത കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് പിന്നെ മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കണം, റൈസിക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇതാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ പിന്നെ മെൽറ്റ് ചെയ്യാത്ത നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ സാവധാനം പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറങ്ങും, അതാണ് ഒന്നുകൂടി നല്ലത് കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ മേലത്ത് കുറച്ച് ബിരിയാണി മസാല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റുള്ള മസാല കേട്ടോ. ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അപ്പോഴത്തേന് വീഡിയോ ഒക്കെ എടുക്കാൻ വന്നു. കുറച്ച് പിന്നെ തിരക്കായ സമയത്ത് നമ്മൾ തന്നെ വീഡിയോ എടുക്കണം, നമ്മൾ തന്നെ പിന്നെ എടുക്കുമ്പോൾ നമുക്ക് ഈ എല്ലാം ചെയ്യുമ്പോഴത്തേന് നേരം വൈകും. അപ്പോൾ അത് കാരണം ഞാൻ എല്ലാ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വീഡിയോ ബിരിയാണിൻ്റെ പിന്നെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ പിന്നെ കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇനി ദമ്മിടാൻ വേണ്ടിയിട്ട് ഇത് അലുമിനിയം ഫോയിലൊക്കെ നന്നായിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ദമ്മിടാം. ഇനി ബാക്കി ഇത് എനിക്ക് പൊറോട്ട ഇങ്ങനെ ചുട്ടെടുക്കാനുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അടുത്ത് ഇങ്ങനെ ഓർഡർ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പിന്നെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് കേട്ടോ. കാരണം ഇതിൽ ഉള്ളിലത്തെ ഈ ചിക്കൻ്റെ പൊറോട്ട എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഉള്ളിൽ കുറച്ച് മസാലയും ചേർത്തിട്ട് വേറൊരു സ്പെഷ്യൽ മസാല കേട്ടോ, അതും കൂടി ചെയ്തിട്ടാണ് ഞാൻ പൊറോട്ട ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കുള്ള ഒരു കുറുമയാണ്, ബ്രോക്കോളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചീസൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വൈറ്റ് കുറുമയാണ് കേട്ടോ. നല്ല അപ്പത്തിൻ്റെ കൂടെ നമുക്ക് ഈ പാലപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കുറുമയാണ്. നമ്മൾ സാധാരണ കുറുമയല്ല, സ്പെഷ്യൽ കുറുമ കേട്ടോ. പിന്നെ ബിരിയാണിക്കുള്ള കുറച്ച് തൈരാണ്, നമ്മൾ കുറച്ച് ക്യാരറ്റ് അങ്ങനത്തെ പിന്നെ കിയാറ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇതാണ് സംഭവമുള്ള കേട്ടോ. ബിരിയാണി പിന്നെ ദം കഴിഞ്ഞിട്ടുണ്ട്, കുറുമ ഉണ്ട്, പൊറോട്ട ഉണ്ട്, പിന്നെ കുറച്ച് അതിന് തൈരുണ്ട്. ഇത്രയും ഓർഡറാണ് അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അത് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി അവർ പിന്നെ ഇത് ഫുള്ള് ഇനി പാക്കിങ്ങേ ഉള്ളൂ, വേറെ ഒന്നും പണിയില്ല. ബാക്കിയെല്ലാം ഇതായിട്ടുണ്ട്. ഇനി പൊറോട്ട ഒരു 20 പൊറോട്ട, പിന്നെ ചിക്കന് ഫുള്ളായിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്ത പൊറോട്ട 20 പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളടുത്തുള്ളത് ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ പിന്നെ 10 പേർക്കുള്ള ബിരിയാണി, പക്ഷേ അത് 1.5 കിലോ ബിരിയാണി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 1.5 കിലോ റൈസ്, ബാക്കി നമ്മളൊരു 10 ആൾക്കുള്ള ബിരിയാണിൻ്റെ പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്ത് ഓട്ടോയിൽ വിടുകയാണ് ഉള്ളത്.